പാരിജാതത്തിന്റെയും പാലപ്പൂവിന്റെയും മതിപ്പിക്കുന്ന ഗന്ധം ഏതു പുരുഷനെയും വശംവദനാക്കാൻ പ്രാപ്തമായ സൗന്ദര്യം. ഊർമിള, കാർത്തിക നക്ഷത്രം. ഉത്തമ നക്ഷത്രമെങ്കിലും നീചരാശിയിലാണ് ജന്മം. കുട്ടി, സൂക്ഷിക്കുക. അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് നടക്കാതിരിക്കുക. ഹേയം ദുഃഖമനാഗതം. വഴിമാറ്. എനിക്കെന്നല്ല, ആർക്കും നിന്റെ വിധിയെ തടയാനാവില്ല. എന്തെങ്കിലും പോരായ്മുണ്ടിൽ പറഞ്ഞോളൂ കേട്ടോ, ഏർപ്പാടാക്കി തരാം. ഇപ്പൊ ഒന്നും വേണ്ട ശങ്കുണി മാമേ, ഈ സൗകര്യങ്ങളൊക്കെ തന്നെ ധാരാളം. ഓ, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു നിമിഷം അരിയേന്ന് മാറിയാ വലിയ നമ്പുരാൻ തിരക്കും. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ വരാം. ഓ, ഭക്ഷണം കൊലോന്നാണ്ടോ? ആ, എന്നാ ഞാൻ അങ്ങോട്ട്. നാരായണ നാരായണ. താമസം തുടങ്ങിയോ? ആഹാ, ഓക്കെ, ഒന്ന് എടുത്തു വയ്ക്കാന്ന് വിചാരിച്ചു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണേ. ആ, അലക്സേട്ടന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുതെന്ന് അച്ഛന്റെ നിർദ്ദേശം. അച്ഛന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ മകനെന്നുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ. അതുകൊണ്ട് എന്തായാലും പറയാൻ മടിക്കണ്ട. ഒരു കുറവുണ്ട്, പരിഹരിക്കാൻ പറ്റുമോ? എന്താണാവോ? നിന്റെ കുറവ്, ഈ റൂമില് നിന്റെ കുറവ് മാത്രം. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ അലക്സേട്ടന്റെ അടുത്ത്. ഊർമിള. അയ്യോ നന്ദിത, ഞാൻ ചെല്ലട്ടെ. ഏയ്, വലിയമ്മാമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇതിത്തിരി കടന്ന കൈയായിപ്പോയി. ആരാ എന്താന്നൊന്നും അറിയാത്ത അന്യരെ കൊട്ടാരത്തിൽ കയറ്റി താമസിപ്പിക്കാന്ന് വെച്ചാ? അനന്തൻ അന്യനല്ല, രവിവർമ്മ പഠിപ്പിക്കണ കുട്ടിയാ. വിശ്വാസമില്ലാത്ത ഒരാളെയും രവിവർമ്മ കൊട്ടാരത്തിലേക്ക് അയക്കില്ല. ഇതിപ്പോ രവിവർമ്മ പഠിപ്പിക്കണ കുട്ടി. ഇതിനു മുമ്പ് വന്നു കൂടിയിട്ടുണ്ടല്ലോ ഒരു വിദ്വാൻ, ഒരു തബല വിദ്വാൻ. അതാ കൊശവൻ ദേവവർമ്മയുടെ പരിചയക്കാരൻ. വരുന്നവർക്കൊക്കെ അഭയം കൊടുക്കാൻ ഇവിടെ വല്യമ്മാമ്മയും. എന്നിട്ട് അയാൾ എവിടെ? ആ ദേവവർമ്മ എവിടെ? അയാളെ കുറിച്ച് വല്ല ഉണ്ടോ നിനക്ക്? ഉവ്, കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു മൂകാംബികയെന്ന്. കാശിയിലേക്കും ബദ്രീനാഥിലേക്കുമായി ഒരു യാത്ര പോകുന്നു പറഞ്ഞു. കാശി ബദ്രീനാഥ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അയാൾക്ക് ഇങ്ങനെ ഊരിയൂറ്റി നടന്നാ മതിയല്ലോ. താൻ ഇങ്ങനെ ക്ഷോഭിക്കേണ്ട കാര്യമൊന്നുമില്ല ഗോതർമ്മേ. ആ കുട്ടികളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. കലാകാരന്മാരെയും പഠിതാക്കളെയും ഒക്കെ അതിഥികളായി കണ്ട് സൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്ത പാരമ്പര്യമേ എന്നോ ഈ കൃഷ്ണപുരം കോവിലത്തിനുണ്ടായിട്ടുള്ളൂ. പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് സൽക്കരിക്കണേ കുഴപ്പമില്ല. എല്ലാരും ഒന്നോർത്ത നന്ന്. കോലത്ത് വളർന്നു വരുന്നത് 4 പെൺകുട്ടികളാ. ഗൗരി, വരിക.